സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ മദ്യപാനികൾ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ എന്താ നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് അതിൻ്റെ തന്നെ തുടർച്ചയാണ്. ഇവരുടെ ഭാര്യമാർ, ഇവരുടെ മക്കൾ, ഇവരുടെ കുടുംബം കടന്നു പോകുന്ന ദുരനുഭവങ്ങൾ എന്താണ്. നമുക്കത് ഇന്ന് ഇവരിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം. നമുക്ക് തുടങ്ങാം. ഇനി ഇതിനകത്ത് ഈ മദ്യപാനം നേരിട്ട് കണ്ടവരും അനുഭവിച്ചവരുമാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിത സഖികൾ. കാരണം ഭർത്താവിൻ്റെ മദ്യപാനം വഴി ഏറ്റവും അധികം ക്ലേശിക്കുന്നവരിൽ ഒരു കൂട്ടരാണ് അവരുടെ ജീവിത സഖി ഭാര്യമാർ, അല്ലേ? നമുക്ക് അവരൊന്ന് കേൾക്കാം. ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന സമയത്ത് മദ്യപാനം ഉണ്ടായിരുന്നു. അതെ, ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന സമയത്ത് ഭർത്താവിന് മദ്യപാനം ഉണ്ട്. ഈ മദ്യപാനം അറിഞ്ഞിട്ട് തന്നെയാണോ കല്യാണം കഴിച്ചത്? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിക്കില്ല, അല്ലേ? മദ്യപാനികളെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു, അല്ലേ? ഇദ്ദേഹം മദ്യം കഴിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? കല്യാണം കഴിക്കണ്ടായിരുന്നു. കല്യാണം കഴിക്കണ്ടെന്ന് തോന്നി ശരിക്കും, അല്ലേ? അത് കഴിഞ്ഞ് കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ നമ്മളെടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് തോന്നിയല്ലേ? തോന്നി. ശരിക്കും ഇദ്ദേഹത്തിന്റെ മദ്യപാനം വഴി ഒരു ഭാര്യ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച വിഷമം എന്താ? അല്ല, നമുക്ക് വേറെ കല്യാണങ്ങൾക്കോ വല്ല ഫംഗ്ഷൻ എന്തെങ്കിലും പോകുമ്പോ ആള് കുടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വളവളാന്നിങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട്, അതായത് ഒരു പൊതു സമൂഹത്തില് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോ ഭർത്താവിനെ കൂട്ടി പോകാൻ പറ്റില്ല. കുടിച്ചു കഴിഞ്ഞാൽ ആളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കും. ഈ മദ്യം അകത്ത് നിന്ന് കഴിഞ്ഞാൽ വളവളാന്ന് ഇങ്ങനെ സംസാരിക്കും. നമുക്കത് നാണക്കേടാണ്. പിന്നെ ആൾക്ക് തന്നെ നിക്കാൻ പറ്റില്ല, ഇങ്ങനെ ആളുടെ കാലുമേ നിക്കാൻ പറ്റില്ല. നാല് കാലുമേന്ന് പറഞ്ഞ പോലെയാണ്. അത് കാണുമ്പോ നമുക്ക് വിഷമോ സങ്കടമോ എല്ലാം ഉണ്ട്, ദേഷ്യമൊക്കെ വരും, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഒരു മദ്യപാനിയായ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് വളരെ പ്രയാസാണ്, കഷ്ടപ്പാടാണ്. ഒത്തിരിയേറെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അതെ അല്ലേ? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ എവിടെയെങ്കിലും ചെല്ലുമ്പോ മറ്റു മനുഷ്യരുടെ നമ്മളോടുള്ള സമീപനം, അല്ലെ? ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതി, അതാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. വേറെ എന്തെങ്കിലും അങ്ങനെ വീട്ടിൽ നമ്മളെ നോക്കായികൊന്നുമില്ല, എല്ലാ കാര്യങ്ങളൊക്കെ മേടിച്ചു തരും, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ഇങ്ങനെ ഒരു ഏറ്റവും അധികം നമ്മൾ നേരിടുന്ന പ്രശ്നം ഇത് തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇവരുടെ ഒപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാന്നുള്ളത്, അല്ലേ? ഓക്കെ, ശരി. എന്ത് തോന്നുന്നു ഷാജുവിന്റെ ഭാര്യയ്ക്ക്? മരിയയുടെ ജീവിതത്തിലും ഇതുപോലെ ഷാജുവിന്റെ മദ്യപാനം കുറേയേറെ വിഷമം ഉണ്ടാക്കിയിട്ടില്ലേ? ശരിക്കും കല്യാണം കഴിക്കുന്ന സമയത്ത് ഷാജുവിന് മദ്യപാനം ഉണ്ടായിരുന്നല്ലോ. അറിഞ്ഞാണോ കല്യാണം കഴിച്ചത്? അതെ. ഇയാള് മദ്യപാനിയാന്ന് അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? അല്ല. ഇഷ്ടമുണ്ടായിരുന്നോ? അപ്പൊ മദ്യപാനിയായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് അങ്ങനെ കുടിക്കുമെന്ന് അറിയാൻ വേണ്ടായില്ല. അല്പം കുടിക്കുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. അല്പം കുടിക്കുന്നു വിചാരിച്ചിരുന്നു. അത് കല്യാണം നടത്തിയത് തന്നെ ചേണ്ട അപ്പനായിട്ടാണ്. ഒരു ബ്രോക്കർ പോലെ വരാറുന്നു അപ്പൻ. അപ്പൊ അപ്പൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പൻ പോയി. പിന്നെ എന്റെ ഒരു ആങ്ങള ഫിലിപ്പന്റെ ഒരു മകനായിട്ടാണ് കല്യാണം. അവരുടെ ഭാര്യയും ഭർത്താവും വീട്ടിൽ വന്ന് അങ്ങനെയാണ് കല്യാണം നടത്തിയത്. അപ്പൊ പറഞ്ഞു അല്പമൊക്കെ കുടിക്കും,
എന്നാലും കുഴപ്പമൊന്നുമില്ലാടി, കുടുംബമൊക്കെ നോക്കിക്കോളും, നിന്നെ നോക്കിക്കോളും, ആ, ആ. അങ്ങനെയൊക്കെ പറഞ്ഞാണ് കല്യാണമൊക്കെ നടത്തിയത്. അതെ 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 അതെ. പിന്നെ ഇയാൾ നന്നായി കുടിക്കുന്നു എന്നാ മനസ്സിലായത്? പിന്നെ ഇപ്പോൾ കുടിച്ചു വരുമ്പോ നമുക്കറിയാലോ ആ, വീട്ടില് വന്ന അവസ്ഥ. ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യ ദിവസം കുഴപ്പമൊന്നും ഉണ്ടായില്ല. മദ്യപിച്ചില്ല? ഇല്ല. ഇല്ല. ആ ഹാ ഹാ. രണ്ടാം ദിവസം കുറേച്ചൊക്കെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായി തുടങ്ങി നമുക്ക് ഇയാൾ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ് മനസ്സിലായി. പെട്ടെന്ന് അത് മനസ്സിലായി. ഇപ്പൊ എന്ത് വികാരം നമുക്ക് വന്നത്? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടൊക്കെ അമ്മോട് പറഞ്ഞു, ആ ചേട്ടൻ്റെ അമ്മോട് പറഞ്ഞു, ഇച്ചിരി കുടിക്കുമല്ലേ? ഒന്നും കുടിക്കില്ല മോളെ, അവൻ ഞങ്ങളോട് കുടിക്കണില്ല എന്നൊക്കെയാണ് പറയണേ. അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂലല്ലോ അല്ലേ? ശരി. എന്നിട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് തോന്നി? നമുക്ക് എന്ത് ചെയ്യാ, സഹിക്കാണ്ട് പറ്റൂലല്ലോ. സഹിക്കാം, അല്ലാതെ ചെയ്യണല്ലേ? ശരിക്കും ഈ മദ്യപാനം വഴി മരി നേരിട്ട് ഏറ്റവും വലിയൊരു വിഷമം എന്താ? വിഷമം മറ്റോ എൻ്റെ കൂടെ സഹോദരങ്ങളൊക്കെ പറയും, ഷാജു കുടിക്കുന്നുണ്ടല്ലേ, എൻ്റെ ആങ്ങളെയൊക്കെ പറയായിരുന്നു, നല്ലോണം കുടിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കായിരുന്നു. കുഴപ്പമൊന്നുമില്ല, വീട്ടിലെല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരും, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ഷാജുവിനെ ന്യായീകരിക്കും. അങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ വന്ന് കുറ്റായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. വീട്ടിൽ വീട്ടിലൊന്നും ഞാൻ പറയില്ല, കുറ്റം പറയില്ല. ഇല്ല, പറയില്ല. അത് ഷാജുവിന് അത്ര ഇഷ്ടമായിരുന്നോ? എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായില്ല, ആളോട് ഇഷ്ടം തന്നെയായിരുന്നു. മദ്യപിക്കുമെങ്കിലും ആളെ ഇഷ്ടമായിരുന്നു. എന്നോട് വേറൊരു ഇഷ്ടക്കുറവോ എന്നെ അങ്ങനെ തല്ലേ അങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. നമ്മൾ തല്ലൂല. ഇല്ല. വീട്ടില് പേടിയുണ്ട്, അപ്പനെ നല്ല പേടിയാ, എപ്പോഴും പേടിയാ. അത് ശരിയാ. പുള്ളി കുടിച്ചു വന്നാൽ അങ്ങാണ്ട് അവിടെ നിന്ന് കിടക്കുള്ളൂ. ഭക്ഷണം കഴിച്ചു ഞാൻ വിളിച്ച ചിലപ്പോ വരും, ചിലപ്പോ എഴുന്നേറ്റ് വരില്ല. നേരം വെളുത്ത അങ്ങനെ തന്നെ എഴുന്നേറ്റ് പുള്ളി പണിക്ക് പോക്കോളും. അപ്പൊ വീട്ടിൽ നമുക്ക് വലിയ ശല്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഇയാൾ മദ്യപിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുമ്പോ മറ്റോ നമ്മുടെ കൂടപ്പുറപ്പുകളൊക്കെ പറയുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടായി. നല്ല കുടിയാണല്ലോ, അവൻ ഷാപ്പിലൊക്കെ ഇരുന്ന് ഡെസ്കുമ്മ കയറി ഇരുന്നൊക്കെയാണല്ലോ കുടിക്കണേന്നൊക്കെ. നേരത്തെ ഷാജു പറഞ്ഞല്ലോ 5 കുപ്പി നിരത്തി വെച്ചാൽ നമ്മൾ തുടങ്ങണേന്ന്. അങ്ങനെയൊക്കെ പറയായിരുന്നു. അതെല്ലേ? അപ്പൊ ഒരു ചെറിയ കുടിയനല്ല, ഒരു വലിയ കുടിയനാ നമുക്ക് മനസ്സിലായി. നല്ല വിഷമമൊക്കെ ഉണ്ടായി. അപ്പൊ ഒരു അപമാനം മറ്റുള്ളവരുടെ മുമ്പില് നമുക്കതിനെ നിൽക്കാനായിട്ട് അല്ലെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടിൽ പോകുമ്പോ അങ്ങനെയൊക്കെ ഈ അവരൊക്കെ പറയുമ്പോഴേ അവരെയൊക്കെ ഒഴിവാക്കാനായിട്ട് തോന്നിയിരുന്നോ? വീട്ടിൽ പോവാതിരുന്ന പിന്നെ ഇത് കേൾക്കണ്ടല്ലോ. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ നേരിട്ട് വിഷമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അപമാനമുണ്ട് അല്ലേ? പിന്നെ സാമ്പത്തികമായിട്ടും ഒരു ലാഭം ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും തന്നെ കൊണ്ടുവരാറില്ല. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും. മക്കളായി കഴിയുമ്പോ മക്കൾക്ക് കുറച്ച് പലഹാരം കൊണ്ടുവരും വൈകുന്നേരം. അത്രേ ഉള്ളൂ. ഭാവിയിലേക്ക് വേണ്ടി ഒന്നും ഉണ്ടാവില്ല, പൈസ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാലോ? അസുഖം വന്നാൽ പിന്നെ വീട്ടിലെ കുറച്ച് ജാതിക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പന് കിട്ടണ വരുമാനത്തിന്നൊക്കെ അപ്പൻ നോക്കും. അങ്ങനെയാണ് നമ്മൾ കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പനാണ് കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത്. ചേട്ടൻ വെള്ളം കൂടി നിർത്തിയതിന് ശേഷമാണ് ചേട്ടൻ കുടുംബത്തോട് കൂടുതൽ താല്പര്യം കാണിച്ചു വന്നത് അല്ലേ? ഓക്കെ. എത്ര വർഷം ഉണ്ടായിരുന്നു ഈ കല്യാണം കഴിഞ്ഞിട്ട് മദ്യപാനം? 6 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. 6 വർഷം കഴിയുമ്പോൾ അദ്ദേഹം മദ്യപാനം നിർത്തി. അതെങ്ങനെ നിർത്തി എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ജീവിതത്തിൽ ശരിക്കും ഭർത്താവ് മദ്യപിക്കുന്ന വഴി നമുക്കൊരു നേട്ടമില്ല, മാത്രമല്ല അപമാനം, മറ്റുള്ളവരിൽ അപമാനം, സാമ്പത്തിക നഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ മണിച്ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഈ തങ്കപ്പച്ചേട്ടന്റെ മദ്യപാനം എങ്ങനെയാണ്? മണിച്ചേച്ചി കല്യാണം കഴിക്കാൻ സമയത്ത് തന്നെ അറിയാമായിരുന്നല്ലോ? ചേട്ടന് നല്ലോണം അറിയായിരുന്നു. ഇയാൾ മദ്യപിക്കുമെന്ന് അറിയായിരുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ കല്യാണം കഴിച്ചു. ഇങ്ങനെ എത്ര കൂടുതലും ഈ പറഞ്ഞ പോലെ കുടിക്കുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത്യാവശ്യം ഇത്തിരി കുടിക്കുള്ളൂ എന്നുള്ള വീട്ടിൽ വന്നപ്പോഴാണ് കുടിക്കുന്നുള്ളത്. തങ്കപ്പച്ചേട്ടൻ നേരത്തെ മദ്യപാനത്തിന്റെ അദ്ദേഹം കടന്നുപോയ വളരെയേറെ എന്താ പറയാ ദോഷകരമായ ചില അനുഭവങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ശരിക്കും മണിച്ചേച്ചിക്ക് എന്താ തോന്നിയത്? എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നിയ കാര്യങ്ങളുണ്ട്. നിരാശ വന്നോ? പിന്നെ പിള്ളേര് തന്നെ ഉണ്ടായപ്പോഴും ബുദ്ധിമുട്ട് തന്നെ വന്ന് അവരൊന്ന് രാത്രി കൂടി കഴിഞ്ഞ് നേരെ രാത്രി ഇരുട്ടിയിട്ടാണ് ചേട്ടൻ വീട്ടിൽ വരുള്ളൂ. അപ്പോഴും ഒന്ന് കാണാൻ പോലും നമുക്ക് കിട്ടണില്ല. കാരണം കൂട്ടുകാരുടെ കൂടെ തന്നെയാണ് ഒരു പോണത്. വേറെ വീട്ടിലൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു അടിയോ ചീത്തയോ വഴക്കോ അതൊന്നും ഇല്ലില്ല. പിന്നെ നേരം വെളുക്കും എനിക്കും വേണം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുമ്പോ അത് വാങ്ങിച്ച് കൊണ്ടുവരും. അത് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല. സ്നേഹമാണ്. പിന്നെ എന്താന്ന് വെച്ചാല് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് നമ്മളെ ഉറക്കം, ആള് എവിടെയെങ്കിലും പോയി വന്നാൽ ഇരുന്നുറങ്ങും. കൂടുതലാണ് കൂടുതൽ. ഇപ്പൊ ഞങ്ങൾക്ക് കടയൊക്കെ ആയിരുന്നു, ആളുടെ മുന്നിൽ ചെത്തും
ഷാപ്പിൽ ജോലിയൊക്കെ ആയിരുന്നപ്പോഴൊക്കെ അപ്പോഴായാലും അതെ രാത്രി ഇരുട്ടിട്ട് നന്നായിട്ട് ഇരുട്ടിട്ടാ വരുള്ളൂ. അപ്പോഴേക്കും പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ആളെ കിട്ടൂല. കിട്ടില്ല, കിട്ടിയാൽ ആളെ തന്നെ കിട്ടില്ല. ആളിങ്ങനെ ഇരിക്കുള്ളൂ, മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ. പിന്നെ എന്താ വെച്ചാൽ വെള്ളം കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഒരേ ആള് നല്ല മധ്യസ്ഥം പറയാൻ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടാ ചേട്ടന്. അപ്പൊ ഒരേ കാര്യങ്ങൾ മധ്യസ്ഥ തീർക്കാനായിട്ടും മദ്യം കഴിച്ചു കഴിഞ്ഞാ കുടിക്കാലോ പോയാലേ ഇതൊക്കെ തീർത്ത് പിന്നെ മദ്യം കഴിക്കാലോ. അങ്ങനെ വിളിച്ചപ്പോ പോവുകയും ചെയ്യും. പിന്നെ എല്ലാ കാര്യം ആള് പറയുന്നത് എല്ലാവരും കേൾക്കും. അങ്ങനത്തെ ഒരു ആൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടൻ മദ്യപാനം നിർത്തണമെന്ന് പലവട്ടം ആഗ്രഹിച്ചിട്ടില്ലേ? പിന്നെ ഇഷ്ടം പോലെ ഞാൻ ചേട്ടൻ നിർത്തും. പിള്ളേര് കല്യാണമൊക്കെ കഴിക്കാറായപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അപ്പൊ വെള്ളം കുടിച്ചില്ല നിർത്തില്ല. മദ്യപാനം കല്യാണം കഴിഞ്ഞിട്ട് 15 കൊല്ലൊക്കെ കഴിച്ചു. അതല്ലേ? കഴിച്ചു. അപ്പോഴേക്കും നമ്മൾ ഒരു ഞങ്ങൾക്ക് ഞാൻ അംഗനവാടി ടീച്ചറിൽ വർക്ക് ചെയ്യണേ അവിടേക്ക്. അപ്പൊ ഡെയിലി വേജ് ആയിട്ട് കയറിണ്ടിരുന്ന സമയത്തായാലും കടയുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ആ കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാനാണ് എല്ലാ സാധനങ്ങളും ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാം. അപ്പൊ അത് പാകം ചെയ്യാൻ രാവിലെ ഞങ്ങൾ 5:30 ആകുമ്പോ പോകും. വെളുപ്പിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് എല്ലാ പണി തുടങ്ങുമ്പോഴേക്കും ആളും ഞാനും അമ്മയും കൂടിയാണ് ചെയ്യുന്നത്. അത് ചെയ്യൽ കഴിഞ്ഞ് എന്റെ പണി കഴിഞ്ഞാൽ 9:30 ആകുമ്പോ ഞാൻ പോകും. എനിക്ക് 9:30 ആകുമ്പോ അവിടെ ചെല്ലണല്ലോ, ഞാൻ പോകും. അത് കഴിഞ്ഞ പിന്നെ ഇവരാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 3:30 ആയി വരുമ്പോഴേക്കും ഒരുവിധം ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ് വൈകുന്നേരം ചായയുടെ പരിപാടിയൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് വൈകുന്നേരം ഒരു 5:30 6 മണിക്ക് ആയി കഴിഞ്ഞ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞൊരു 8 മണി വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ പോകാൻ പറ്റില്ല. ഓട്ടോറിക്ഷയാണ്, ആള് വണ്ടി എടുക്കാണ്ട് പോരാൻ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പല രാത്രികളും ഞങ്ങൾ കടയിൽ തന്നെ കിടന്നിട്ടുണ്ടാവും. പിന്നെ വെളുപ്പിന് എഴുന്നിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല, മദ്യം കഴിച്ചായിരുന്നു വണ്ടി എടുക്കാൻ പറ്റില്ല, ഇരുന്ന് ഉറങ്ങി പോയിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കും ദൈവം ഒരു ഡ്രൈവിംഗ് പഠിച്ചെങ്കിൽ ഇപ്പൊ വീട്ടിൽ പോയി കിടക്കാൻ വിചാരിച്ച അങ്ങനെ വരും ഞാൻ വിചാരിച്ചിരുന്നു. നന്നായിട്ട് എല്ലാവരും മുന്നിലും നാണം കടലും ഉണ്ടായിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ അവിടെ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ദൈവമേ എങ്ങനെ ഇത് കൂടി മാറ്റി കിട്ടും ഈശ്വര, അതൊന്ന് മാറി കിട്ടും. ദൈവത്തോട് പ്രാർത്ഥിക്കല് കൂടുതലാണ്. ശരിക്കും മദ്യപാനം വഴി നമ്മുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ വിഷമതകളും സങ്കടങ്ങളും പിള്ളേരായിട്ട് അച്ഛനെ കാണാണ്ടാവുമ്പോൾ ഒരു വിഷമവും മക്കൾക്ക് ഭയങ്കര സങ്കടമാണല്ലേ? അതെ, അവരെന്ന് വെച്ചാൽ അച്ഛൻ എന്ന് വെച്ചാൽ മരിക്കണ 2 പിള്ളേരാ, അങ്ങനത്തെ 2 മക്കളാ. അപ്പൊ അച്ഛൻ വരാണ്ടാവുമ്പോ എന്താ അച്ഛൻ വരാത്ത എന്താ അച്ഛൻ? അപ്പൊ ഞാൻ പറയും അച്ഛൻ വരും മക്കളെ എന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു ഇപ്പൊ നല്ലൊരു സൗഭാഗ്യകരമായ സമയമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ ഈ മദ്യപാനം വഴി ഒരു നേട്ടമില്ലല്ലേ? ഇല്ല, ഒന്നും കിട്ടില്ല. ശരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ സഹിക്കുന്ന ഒരാളാണ് ജീവിത സഖി അല്ലെ? അപമാനം, സാമ്പത്തിക നഷ്ടം അല്ലെ, പല സൗകര്യങ്ങളും നഷ്ടപ്പെടുക അല്ലെ, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ, പറ്റില്ല ഞങ്ങൾ ആകെ നിരാശപ്പെട്ടു പോകുന്ന ഒരു അനുഭവം അല്ലേ? യെസ്, നമുക്ക് വീണ്ടും വരാം. യെസ്, ഷൈനി നേരത്തെ ഇഷ്ടപ്പെട്ടാണല്ലോ കല്യാണം കഴിച്ചത്, പ്രാർത്ഥിക്കാൻ വരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല ഇയാള് അല്പം മദ്യപിക്കുന്നു, കുറച്ചൊക്കെ മദ്യപിക്കുന്നു മാത്രം. എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ. എന്താ ശരിക്കും ഈ ജോസിന് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? പക്ഷേ ആളെ അങ്ങനെ ലവ് ആയിട്ടൊന്നല്ല ഞങ്ങള് കല്യാണം കഴിച്ചത്. കാണും, കണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒരു കടയിലായതുകൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആളിങ്ങനെ പിള്ളേരെ കൊണ്ട് വണ്ടിയില് ട്രാവലറിൽ കൊണ്ടുപോകുമ്പോ കാണും. അങ്ങനെ ഒരു ഇത് മാത്രം കണ്ടിട്ടുണ്ട്, കണ്ടുപരിചയുണ്ട്. അല്ലാണ്ട് വേറെ ഇതൊന്നും നമ്മള് വായോ അങ്ങോട്ട് അങ്ങനൊന്നുമില്ല. ലെറ്റർ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാ എന്നെക്കാള് കൂടുതൽ അനുഭവിച്ചത് ചേട്ടൻ്റെ അമ്മയാണ്. എന്റെ കല്യാണം കഴിഞ്ഞത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 3 മാസം കഴിഞ്ഞപ്പോ കുടി നിർത്തി, കുടി നിർത്തി. അപ്പൊ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരുപാട് അമ്മയുടെ അനുഭവത്തിൽ ഒന്നാണ് ഞാൻ കുറെ കാര്യങ്ങൾ ആളെ കുറിച്ച് മനസ്സിലാക്കി. അമ്മ പറഞ്ഞ ഏറ്റവും വലിയൊരു വിഷമം എന്തായിരിക്കും? അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞത് ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ട്രിപ്പ് കൊണ്ട് വെറ്റിലപ്പാറ ഭാഗത്തേക്കാണ് പോകും. സ്കൂൾ ട്രിപ്പാണ്. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് കൂട്ടുകാരന്മാര് കൂടി അവിടെ എന്താ പറയാ ഇത് തോട്ടൊക്കെ ഇട്ട് പൊട്ടിച്ച് മീനൊക്കെ പിടിക്കും തോട്ടിൽ നിന്ന്. ഇതൊക്കെ എന്താ പറയാ വാറ്റുചാരായം അതൊക്കെ ചെയ്ത് അവിടെ കൂട്ടുകാരുടെ കൂടെ കിടന്നും ഇത് ചെയ്തിട്ട് പോരും. ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആള് വെള്ളത്തിലൊന്നും ഇറക്കില്ല അങ്ങനെ. അപ്പൊ അവിടെ കിടക്കും. അപ്പൊ വീട്ടിലേക്ക് വരുവൊന്നുമില്ല. പിന്നെ വെള്ള കാലത്തും
ഇത് 2 ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് ഒരു അമ്മയാണെങ്കിൽ അവലാതിയുടെ അവലാതിയാണ്. അമ്മക്ക് മോൻ വന്നില്ല എന്നുള്ളൊരിത്. പെങ്ങളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞിട്ടാണ് ആള് മദ്യപാനത്തിലേക്ക് പോയത്. ഇത് പിന്നെ താഴെ ഒരു അനിയനാണ്. അനിയൻ 10 വയസ്സിന് താഴെയാണ് ചേട്ടനെക്കാളും. അപ്പൊ അവൻ അത്രയ്ക്ക് അങ്ങോട്ട് കുടുംബത്തിൽ ഇതില്ലല്ലോ. അപ്പൊ അമ്മയും ചേട്ടനും കൂടിയാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ ഈ പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ്. മോൻ പോയാലും ഭയങ്കര വിഷമം. വെള്ളം കുടിക്കില്ല, ഒന്നും ഭക്ഷണം കഴിക്കില്ല. അമ്മ മലയാറ്റൂര് മല കയറി മോന് വേണ്ടി പോയിരുന്നു. അമ്മ ഇപ്പില്ല. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 12 കൊല്ലായി. ത്യാഗങ്ങള് അനുഭവിച്ചിട്ടുണ്ട് അമ്മ. വെള്ളം ഒന്നും കുടിക്കാണ്ട് ഇതൊക്കെ ചെയ്ത് മോന് വേണ്ടി കൊന്തെത്തിച്ച് നേരം വെളുപ്പിച്ചിട്ടുണ്ട് അമ്മ. അപ്പൊ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ എന്നോട് പറയും, നീ അവൻ വരുമ്പേക്കും. പക്ഷെ അങ്ങനെ അമ്മ വന്നെങ്കിലും മോൻ എന്ത് കൊണ്ടുവന്നാലും അമ്മ അത് നന്നാക്കി റെഡിയാക്കി ഒപ്പത്തിലിരുന്ന് ഏത് പാതിരയ്ക്ക് വന്നാലും അമ്മ ശരിയാക്കിയൊക്കെ കൊടുക്കും. അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു. ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്തിട്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ അമ്മയുടെ കണ്ണുനീരാണ് മോനെ ഇന്ന് മാറ്റാൻ തന്നെ കാരണമായത്. ഓക്കെ, നമുക്ക് അതിനകത്തേക്ക് വരാം. ശരിക്കും പറഞ്ഞ 3 മാസമാണ് ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ മദ്യപാനം കണ്ടതല്ലേ? അതെ. ആ സമയത്ത് നമുക്ക് എന്താ തോന്നിയത്? ആ സമയത്ത് കണ്ടത് ഒന്നും സംസാരിക്കാനായിട്ട് ആള് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി അമ്മ എത്തും. അപ്പൊ നന്നായിട്ട് മദ്യപിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഭക്ഷണം അമ്മയൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴായിരിക്കും ആളെത്തുള്ളൂല്ലോ. അപ്പോ അമ്മ പറയും അവന് വേഗം വിളമ്പി കൊടുക്കാൻ പറയും. പക്ഷെ ആള് കഴിക്കില്ല. ആളിങ്ങനെ വാരി ഇങ്ങനെ ഇത് കൂടെ പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആളെത്തുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിട്ടുണ്ട്. ശരിക്കും ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല ഇത് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയും ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു എവിടേക്ക് കൊണ്ടുപോകും, നമുക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകാം അമ്മേ, അത് ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ സംസാരിക്കാറുണ്ടല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ മദ്യപാനം അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നിങ്ങൾ ഈ ഭർത്താവിന്റെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരു അംഗത്തിന്റെ മദ്യപാനം വഴി ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നതാണ്. നമുക്ക് ശാരീരിക ആരോഗ്യം നഷ്ടപ്പെടും, സാമ്പത്തികമായി നഷ്ടപ്പെടും, പിന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെടും, ജോലിയിലുള്ള നമ്മുടെ മികവ് നഷ്ടപ്പെടും അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിലുള്ള നമ്മുടെ സ്റ്റാറ്റസ് അല്ലെ? അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ കുടിക്കുന്ന ആൾ മാത്രമല്ല കുടുംബം, പ്രത്യേകിച്ച് മക്കള് അല്ലേ, അവരൊക്കെ എത്തിച്ചേരുന്ന ഒരു അനുഭവമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ മദ്യപാനത്തിന്റെ വേറെ എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം പറയാനായിട്ട് തോന്നുന്നു? മദ്യപാനി ഒരിക്കലും അവൻ മോശക്കാരനാണെന്ന് അവൻ ഒരിക്കലും അംഗീകരിക്കില്ല. അവൻ ഒരിക്കലും അംഗീകരിക്കില്ല. അതെ. ഇപ്പൊ ഞാനായാലും ഞാൻ മോശക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഞാൻ നമ്മുടെ സ്റ്റാറ്റസ് ഭയങ്കര ക്ലീൻ ആണെന്നുള്ളതാണ് അവരുടെ ധാരണയാണ്. ഒരു ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ അതായത് നല്ല പറ്റായിരിക്കും, എങ്കിലും നമ്മളവിടെ ഹീറോ ആണെന്നുള്ള രീതിയിൽ നമ്മൾ കയറി അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് സംസാരിക്കലും പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ ആ ഒരു മനുഷ്യനും വില വെക്കണില്ല എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. നിർത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. ഒരിക്കലും ഒരു സമൂഹത്തിൽ അംഗീകരിക്കില്ല. നമ്മൾ വെറുതെ എന്താ പറയാ വളവളാന്ന് സംസാരിക്കാനുള്ളൊരു പ്രചോദനം അല്ലാണ്ട് ഇതിന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ വില നമ്മൾ തന്നെ കളയാണ്. ഇപ്പൊ വെറുതെ ഇപ്പൊ ഞാൻ നേരിട്ട് പറഞ്ഞപ്പോ ഒരു അച്ഛനായാൽ പോലും നമുക്കിപ്പോ എന്ത് ബഹുമാനം ഒരു അച്ഛനെ കാണുമ്പോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കാണുമ്പോ, പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നതിനൊക്കെ എതിര് പറയുന്ന ഒരു രീതിയിലേക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവളത് അധികം അനുഭവിച്ചിട്ടില്ലെങ്കിൽ 3 മാസം കൊണ്ട് തന്നെ ഞാൻ ചെയ്ത പണി ഏറ്റവും ഫസ്റ്റ് ചെയ്തൊരു പണിയാണ്. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കിടക്കുന്ന റൂമിന് ഒരു വാതിൽ, ഒരു സാധാ വീടായിരുന്നു, വാതിലായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്തോ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉടനടി തന്നെ ആ വാതില് ചവിട്ടിയാണ്ട് പൊളിച്ചു. ഏത് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ. എന്നിട്ട് അതില് പഴയ സാരി ഇട്ടുകൊണ്ട് 1 കൊല്ലം 2 കൊല്ലത്തോളത്തോളം അതിൽ തന്നെ കിടക്കണ്ടേ, വാതിൽ ചവിട്ടി പൊളിച്ചായിട്ടുള്ള. അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ ചെയർ എടുക്കുക, ഒത്തിരിയേറെ പരിമിതികളിലേക്ക് വരും. അപ്പൊ അത്രയും മോശമായ രീതിയിലേക്ക് തന്നെയാണ് നമ്മുടെ സമാധാനം കൊടുക്കില്ല, ഒരിക്കലും കൊടുക്കില്ല. സമാധാനമായിട്ട് പോണ കുടുംബത്തെ എങ്ങനെയാണോ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുക, കൂടുതൽ സ്നേഹിച്ചാലും നമ്മൾ എന്താ പറയാ തൊട്ടാവാടി പോലെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിച്ചാലും പ്രശ്നത്തിലേക്ക് വഴി തെളിയിക്കും. അതെ, ചെറിയ കാര്യം മതി നമ്മൾ പെട്ടെന്ന് റൈസ് ആവും. അതെ, അതാണ് അവസ്ഥ. ജോസിയേട്ടൻ പറഞ്ഞപ്പോഴേ കാര്യം ഞാൻ നേരത്തെ പറയാൻ പറ്റിയ ഒരു കഥയാ. ഇപ്പൊ ഞാൻ പുള്ളിക്കാരത്തി പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ശരി തൊട്ടില്ല എന്ന് വെച്ചാല് തല്ലിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ പല പ്രാവശ്യം തിരച്ചുമ്പകളൊക്കെ ഉണ്ടാവല്ലോ ചെല്ലുമ്പോ ഉള്ളപ്പോ
പല പ്രാവശ്യം കസേരകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. വെള്ളടിക്കാൻ പറ്റില്ല. കസേര കസേരയുടെ എണ്ണം കുറഞ്ഞോ? കസേര എടുക്കും, ഒരു ഒറ്റ പട്ടം എടുക്കും അകത്ത്. ഇവിടെ തല്ലാൻ പറ്റില്ലല്ലോ. കസേര എടുത്ത് പല വട്ടം അടിച്ചിട്ടുണ്ട്. വീട്ടിലെ ഉപകരണങ്ങൾ നശിപ്പിക്കും. പിന്നെ ടി വി ഒക്കെ എടുത്ത് പൊക്കിയിട്ടാണ് ഇടാകുമ്പോഴേക്കും കെട്ടി വന്ന് പിടിക്കുമ്പോളെ. അതെ അല്ലേ, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നിയന്ത്രണം കിട്ടില്ല. അപ്പൊ വസ്തുക്കളൊക്കെ നശിപ്പിക്കുക. ടി വി ഒക്കെ എടുത്തിട്ട് അന്നൊക്കെ വലിയ ടി വി അല്ലേ, ഇത് ആ സാധനം എടുത്ത് പൊക്കിയിട്ടുണ്ട്. പിള്ളേർക്ക് കാലുമ വീണ് പിന്നെ ഇത് വരില്ല നമുക്ക് പെട്ടെന്ന് കാലുമൊക്കെ വീണ് കഴിയുമ്പോ. അങ്ങനെയൊക്കെ പലവട്ടം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തന്നെ ഇപ്പൊ ചിന്തിക്കുമ്പോ അതൊക്കെ ചെയ്തത് വളരെയധികം ബാധകമായിട്ട് തോന്നിയിട്ടുണ്ട്. അന്ന് തോന്നിയ ഒരു അവസരം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒത്തിരിയേറെ സംഭവ ബഹുലമായ ഒരു ജീവിതമാണ് ഒരു മദ്യപാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. നേരത്തെ തങ്കമച്ചേട്ടനാണ് സൂചിപ്പിച്ചത് കൂട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു മദ്യപിച്ച് മരിച്ചെന്ന്. അല്ലെ, അങ്ങനെ ഒരു പേരല്ല. ശരിക്കും പറഞ്ഞാല് അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്യാണ്. ബ്ലഡ് വൊമിറ്റ് ചെയ്ത് കൂട്ടുകാരനെ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ചാലക്കുടി വന്ന് മദ്യം കഴിച്ചു പോയി അതായത് ലിവർ സിറോസിസ് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അവൻ നോക്കിയപ്പോ അവിടെ നിന്ന് അടിക്കാൻ പോകാൻ അവന് പറ്റണില്ല. ചാലക്കുടിയിലെല്ലാം പരിചയ. നേരെ ഒരു ബസ്സിൽ കയറി അവിടെ നിന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് ആള് ചാലക്കുടി വന്ന് മദ്യം കഴിച്ച ആഴ്ചയിൽ മരിച്ചു. അതായത് ജീവിതം മരിക്കാൻ പോവാണെന്ന് കരുതിയാ പോലും ഇതിന്ന് പിന്നെ അതെ, 100%. ഇതിപ്പോ അച്ഛനൊക്കെ വന്നു ഈ പറഞ്ഞ ആളെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം. മരിക്കാൻ വേണ്ടിട്ട് കുടിച്ചു എന്ന് അറിയാം. മദ്യപാനികളുടെ ഏറ്റവും വലിയൊരു ഇതാണ് ഈ കസേരടി കേട്ടോ. എനിക്ക് തോന്നുന്നു കസേര അടിക്കാന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം വെച്ചാ ഞങ്ങൾക്ക് ഈ ഭാര്യമാരെ അടിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് പക്ഷെ എല്ലാവർക്കും അല്ല, ചിലർക്കുണ്ട്. ചില ഭർത്താക്കന്മാരെ ഭാര്യമാര് തല്ലുന്നത് കണ്ടല്ലോ. ഞാൻ എന്റെ അനുഭവത്തിൽ എന്റെ അയൽവക്കത്തിന് വീട്ടില് ഒരു ചേച്ചിയും ഭാര്യയും മക്കളും ഒരു പറമ്പിൽ പോയിരിക്കുള്ളൂ. അതെ, ഈ ഭർത്താവ് മദ്യപിച്ചു അപ്പടിക്കും. അപ്പൊ അവറ്റകള് ഓടി പറമ്പിൽ ഒളിച്ചിരിക്കുന്ന ഒരുപാട് ശാരീരിക മർദ്ദനം. പക്ഷെ ഇവിടെ ഞങ്ങള് 1-2 പേരൊക്കെ ഇപ്പൊ തങ്ങേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ എനിക്ക് തന്നെയാ. അപ്പൊ അപ്പൻ കസേരകൾ മക്കളോട് പറയും, 99 വയസ്സിലാണെങ്കിലും മക്കളോട് പറയും അപ്പം പൊടിച്ചിട്ടാണ് കസേരകൾ മോളി പോയി നോക്കിയാൽ കാണാൻ. കാരണം അതിന് മാത്രം കസേര അടിക്കും. അപ്പൊ കസേര അടിക്കുമ്പോൾ ഒരു ഗുണം ഉണ്ട് കേട്ടോ. ഈ കസേര അടിക്കുന്നതോടുകൂടി അവിടത്തുള്ള അച്ചപ്പടക്കം നിൽക്കും, എല്ലാ സൗണ്ടും നിൽക്കും. ഒറ്റടി കസേര അടിക്കുന്നതോടുകൂടി ഞാൻ പറഞ്ഞു വാതിൽ ചവിട്ടി പൊളിച്ചെന്ന് പറഞ്ഞാൽ ആ ചവിട്ടി പൊളിച്ച ആ വാതിൽ അങ്ങനെ തന്നെ വേറെത്ത് വീണോടുകൂടി ഭയങ്കര സൗണ്ട് ആയില്ലോ, ശബ്ദമൊക്കെ നിന്നു. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ അവസാനത്തെ പടിയാണ് അത് അല്ലേ, ചവിട്ടി പൊളിക്കാം. ഒത്തിരി അപകടങ്ങളിലേക്ക് ചെന്ന് വിടണ്ട് മദ്യത്തിന്. കാരണം വെച്ചാൽ നമ്മളെ അറിയാതെ കൊണ്ട് ഞാനിവിടെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിന്റെ പണിയിൽ നിൽക്കുന്ന സമയത്ത് 6, 7, 8 നിലയുടെ ഒക്കെ പൊക്കത്തിലെത്തി. അപ്പൊ അതിന്റെ ഫില്ലറുമൊക്കെ രാവിലെ 9:00 ഞാൻ മദ്യം അടിച്ച് ഭയങ്കര പറ്റായിട്ട് പണി സൈഡിൽ നിൽക്കണേ. അപ്പൊ ഈ ഫില്ലറിന്റെ ഒരു കമ്പിയുടെ ബലത്തിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് ചിന്തിക്കാനായിട്ട് അന്ന് നമുക്ക് പറ്റിയിട്ടില്ല. അതിനുള്ള സുരക്ഷിത മാർഗങ്ങൾ പോലും നമ്മൾ അവലംബിക്കില്ല. അന്ന് 10-16 പണിക്കാരൻ്റെ ഇത് ആശാൻ വരണ്ട്. അപ്പൊ അറ്റ പിടിച്ച ആശാൻ ഇങ്ങനെ ലിവർ കൈ പിടിച്ചത് ഇങ്ങനെ ചെല്ലണേ. ആശാൻ ചെല്ലണത് അത്ര മോശമായിട്ടാ. പക്ഷെ എന്നാലും ആശാന്റെ ബഹുമാനത്തിൽ അവര് കാണിക്കും. അപ്പൊ അവരുടെ അടുത്ത് തലയെടുപ്പോടെ നിൽക്കണ്ടേ. അപ്പൊ ഒരു ഫില്ലറിന്റെ കമ്പി പിടിച്ച് പറ്റിറങ്ങണ വരെ നിൽക്കും. കാല് മാറ്റി കുത്തി നേരെ താഴേക്കും പോലും. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വണ്ടി ഓടിക്കുമ്പോഴും ഉണ്ടാവും, ജോലി ചെയ്യുമ്പോഴും ഒക്കെ അപകടങ്ങൾ വരും. എല്ലാത്തിനും അപകടം ഉണ്ടാവും. അപ്പൊ അതൊന്നും അന്ന് ശ്രദ്ധിച്ചില്ല. പിന്നീട് വന്ന് ഇപ്പൊ ഓരോരുത്തർ പണിയുന്ന കാണുമ്പോൾ നമുക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോ ആ ചെയ്യുന്നതിന്റെ നമ്മൾ അന്ന് ചെയ്തതിന്റെ വില മനസ്സിലാക്കിയത് ഇപ്പൊ. അതെ. ഓക്കെ. അന്നത്തെ അപകട സാധ്യതകൾ എന്താന്ന് ഇപ്പഴാ മനസ്സിലായത്. അതുപോലെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ നേരത്തെ മാഡത്തിനോട് പറഞ്ഞ കാര്യ. അതായത് ഞങ്ങൾ തല്ലില്ല എന്ന് പറഞ്ഞല്ലോ. എന്റെ ഇളയച്ചനുണ്ട്, അവളിപ്പോ മരിച്ചിട്ടില്ല, ഇളയമൊക്കെ മരിച്ചു. ഇത് ഇളയച്ചൻ അവര് വീട്ടിൽ സൗകര്യം ചെറിയ വീടാ. അപ്പൊ നമ്മുടെ വലിയ വീടല്ല, പഴയ പോലെ ഒരു ചെറിയ തട്ടക്കുള്ളൊരു വീട്. അപ്പൊ ഇളയച്ചൻ അവർ തല്ലാൻ ഓടിക്കുമ്പോ ഓടിച്ചാൽ കിട്ടില്ലല്ലോ, കാരണം അവർക്ക് ഓടാൻ പറ്റില്ലല്ലോ, തലകുത്തി വീഴില്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യും, പിടി കിട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾ ഓടി രക്ഷപ്പെടും. അപ്പൊ ഇളയം എന്ത് ചെയ്യും, രണ്ട് കിടാങ്ങള് രണ്ടുപേരും മരിച്ചു കേട്ടോ, അസുഖങ്ങളായിട്ട് മരിച്ചു. അങ്ങനെ ഈ 2 കിടാങ്ങളെയും കുടിച്ചു നമ്മുടെ വീട്ടിലേക്ക് ഓടി വരും. ഒത്തിരി പ്രായമുള്ള ഞാനാ അതിൽ മൂത്തത്. ഓടി വന്നപ്പോ ഒരു കോണി വെച്ചുണ്ട് ഈ സാധനത്ത് കയറാനായിട്ട്. ഈ 2 കിടാങ്ങളെയും ഈ ഇളയമ്മയും കൂടി കയറി ആ തട്ടുമൂത്തിരിക്കും. ഈ മനുഷ്യൻ ഒരു ഓർമ്മയൊക്കെ വരുമ്പോ അവിടുന്ന് ഓടി പറമ്പിലൊക്കെ നടക്കുക എവിടെയാ. ആ രാത്രിയിൽ മുഴുവൻ അവിടെ ഇരുന്ന് ഉറങ്ങി. അതൊക്കെ കണ്ട് ശരി പറഞ്ഞ അന്നൊക്കെ ഈ ഇളയച്ചൻ എന്ന് പറഞ്ഞാലോട് പുച്ഛം നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അന്ന് നമ്മൾ മദ്യം കഴിക്കാത്ത സമയത്ത്, അതെ അന്ന് ചെറുതെ കഴിക്കണ്ടെങ്കിലും ഇത്ര ആയിട്ടില്ലല്ലോ. പക്ഷെ റോഡിൽ കാണുന്ന ആളും തന്നെ ഈ ഇളയച്ചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കേടിയാ.
അന്നത്തെ കാലത്തൊക്കെ നടക്കില്ല അത്. അങ്ങനെ അതും കൂടി കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. ശരിക്കും അക്രമ സ്വഭാവം വർദ്ധിക്കും അല്ലേ ശരിക്കും മദ്യപാനികളിൽ? അതാണ് ഏറ്റവും വലിയ സംഭവം. അക്രമ സ്വഭാവം എന്ന് പറയുമ്പോല്ലേ, ഒരു വോളിബോളിന്റെ ഒരു ടൂർണമെന്റ് കഴിഞ്ഞിട്ട് ആ ടീം ഉൾപ്പെടെ അങ്കമാലിൽ പോയി മദ്യം കഴിച്ച് പറ്റുപിടിച്ച് വന്നു കഴിഞ്ഞപ്പോ ആ ടീമിലുണ്ടായ ഒരു വ്യക്തി മറ്റൊരു വീടായിട്ട് അല്പം ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അപ്പൊ ആ വ്യക്തി പറഞ്ഞതിന്റെ പേരില് ആ വീട്ടിൽ കയറി അവിടെ നമുക്ക് പിടിച്ചിറക്കാം എന്ന് പറഞ്ഞിട്ട് കയറാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു 10-60ഓളം ചട്ടി, കോൺക്രീറ്റിന്റെ ചട്ടി, ചെടിച്ചട്ടി ആ വീടിന്റെ നിരയിട്ടുണ്ടായി. അതെല്ലാം ചുവന്നു കൊണ്ടുവന്ന് ഒരു 60-70 കിലോ തൂക്കം ഉണ്ടാവും അതിന്റെ മണ്ണ് അടിച്ച് നിറച്ച്. അതൊക്കെ ചുവന്നു കൊണ്ടുവന്ന് ചാലിലിട്ട് അടിച്ചു പൊളിച്ച് കടി കളഞ്ഞിരിക്കെ. അതെല്ലേ? അപ്പൊ അത്രയൊക്കെ ചെയ്യാൻ തയ്യാറാവാണ് മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെയും ചെന്ന് പെടും. അതെ അതെ അതെ. അക്രമം വർദ്ധിക്കും, അപകടം വർദ്ധിക്കും, ആരോഗ്യം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. അതെ, അതിന്റെ പിന്നിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാരണന്മാരെ എന്റെ അപ്പനെ കുറിച്ച് പറഞ്ഞ ബൈബിൾ കാര്യങ്ങളൊക്കെയാണ്. ആള് പിന്നെ ആ വീട്ടിൽ ചെന്ന് പഴയ മണ്ഡലം പ്രസിഡന്റ് വീടാ, ആ വീട്ടിലൊക്കെ ചെന്ന് കാല് പിടിച്ച് കരഞ്ഞ് അത് ദിവസങ്ങളോളം മകന് വേണ്ടിയിട്ട്. ഇപ്പൊ ബോധം വന്നപ്പോ അത് വീണ്ടും നമ്മൾ ഓർത്തിട്ട് പശ്ചാത്തപിക്കുകയാണ്. അതെ 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 അതെ. പശ്ചാത്തപിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്നുണ്ടാവും അല്ലെ? പറയട്ടെ, അതെ, ഞാൻ ജോലി ചെയ്യണത് ഒരു ഹോസ്പിറ്റലാണ്, സെക്യൂരിറ്റി ആയിട്ടാ, മൂക്കന്നൂർ MAGG ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടെ ഞാൻ സ്ഥിരം നൈറ്റാ ജോലി ചെയ്യണേ. അവിടെ പ്രദേശം അച്ഛനും എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു 3-3.5 കൊല്ലമായി ഇപ്പൊ അവിടെ. അപ്പൊ സ്ഥിരം കാഷ്വാലിറ്റിയാ. അങ്ങനെയാണ് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര റിസ്ക് ഉള്ള പണിയാ. അപ്പോ ഈ കാഷ്വാലിറ്റിയിൽ വരുന്നവർ സന്ധ്യ കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പകലൊക്കെ വളരെ കുറവായിരിക്കും. ഇന്നലെ വരെ അതായത് തൊട്ടടുത്ത് ബാറുണ്ട്. അപ്പൊ ഈ വരുന്നവർക്ക് എല്ലാവർക്കും ഉള്ളിൽ കിടന്നു പോകണം. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അവിടെ മറ്റുള്ളവർക്കും പ്രശ്നമാവല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മദ്യം കഴിച്ചിട്ട് വരുന്ന ഇത് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞൊരു 3.5 കൊല്ലം കൊണ്ട് വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം അനുഭവം മാറിപ്പോ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ അത് നേരിട്ടുണ്ട്. മദ്യം കഴിക്കുന്നവർ നമ്മളോട് പെരുമാറുന്ന രീതി വളരെ മോശമായിരിക്കും. ഒരു സ്ഥലത്ത് എന്നതിൽ എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. ഓക്കെ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ഭർത്താക്കന്മാരും ഭാര്യമാരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മദ്യപാനം വഴി ഒരു നേട്ടവും ഇല്ല. എന്നാലും നമ്മൾ എന്തുകൊണ്ട് കഴിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രോഗാവസ്ഥ അല്ലെങ്കിൽ അടിമത്ത, അതുകൊണ്ട് കഴിച്ചു പോവാണ്. ഈ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. കൊള്ളാം. പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മളിവരെ കേട്ട് കഴിഞ്ഞപ്പോൾ മദ്യപാനം വ്യക്തിയിലും കുടുംബത്തിലും കൊണ്ടുവരാവുന്ന എന്തുമാത്രം നഷ്ടങ്ങളാണെന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഒരിക്കലും മറക്കാനാകാത്തതാണ്. അത്രമാത്രം വ്യക്തികളുടെ മനസ്സുകളിൽ മുറിവുകൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ മദ്യപാനം പോലെയുള്ള അടിമത്തങ്ങളും രോഗാവസ്ഥകളും. ഇതിനെ നമുക്ക് അതിജീവിക്കണം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതിൻ്റെ ആഴമായിട്ടുള്ള മുറിവുകൾ സുഖപ്പെടുത്താനായിട്ട് നമ്മളും തയ്യാറാകണം. നമ്മുടെ കുടുംബങ്ങളെ പരിപാലിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. വൈഫും അമ്മയും കൂടി വളരെ നിർബന്ധപൂർവ്വം ശനിയാഴ്ച ക്യാമ്പിൽ കൊണ്ടുപോകണം നവചൈതന്യ സ്ഥാപനമൊന്നും എനിക്ക് അറിയില്ല, എങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് ഒരു ബാഗൊക്കെ ഒരുക്കി വെച്ചു. അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുവന്നാക്കി. അപ്പോഴും ഞാൻ അവളെ ചോദിച്ചു, എവിടെ സാധനം, എവിടെയാ? സാധനം കിട്ടിയില്ല. പേടിക്കണ്ട, അകത്ത് കിടന്നാൽ കിട്ടും. അകത്ത് കിടന്നാൽ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ എങ്ങനെ ഇതുണ്ടാവണേ? ഒരു കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ പിടിച്ചു വെച്ച മുതലുകൾ അവിടെ ഇരിക്കേണ്ടി തരും. ഓ ഓക്കെ. ഞാൻ അകത്ത് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സാധനം കിട്ടില്ല. ഈ ലഹരി എന്നൊരു സാധനം നമുക്കില്ലാതെ ഒരാള് ഒരു 3 ദിവസം 3 ദിവസം എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിന്ത മാറും. നമ്മുടെ ചിന്ത മാറും. എനിക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. എനിക്ക് നമ്മൾ ഒരാഴ്ച ഈ ലഹരി ഇല്ലാതെ നമ്മുടെ ചിന്തകൾ മാറി. നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചു, നമ്മൾ കുറെ കരഞ്ഞു. ആ നവചൈതന്യ ചെന്ന് 3 ദിവസത്തേക്ക് എവിടെയാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിന് മാത്രം പറ്റായിട്ടുണ്ട് ഞാൻ അവിടെ കയറി ചെന്നാണത്. പക്ഷെ 3-ാം ദിവസത്തെ ക്ലാസ്സിൽ കുടുംബജീവിതം, അന്ന് വൈഫ് ഒരുമിച്ചിട്ടാണ് ബുധനാഴ്ച ക്ലാസ്. ആ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനെ തൊടമ അമർത്തി പിടിച്ചിട്ട് ഞാൻ തീരുമാനം എടുത്തു. അവിടെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് ഇനി ഞാൻ ജീവിതത്തിൽ മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല.